ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മിഡിൽ ഈസ്റ്റിൽ ഒരു യുദ്ധ സാഹചര്യം ഒരുക്കി ഇറാൻ വൻതോതിലുള്ള തിരക്കിട്ട സൈനിക യുദ്ധസന്നാഹങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ തയ്യാറെടുപ്പിന്റെ ഭാഗമായി ചൈനയിലെ ഷാങ്ഹായിൽ നിന്നുള്ള MV ജയറാൻ എന്ന ചരക്ക് കപ്പൽ ഇറാന്റെ ബന്ദർ അബ്ബാസ് തുറമുഖത്ത് നങ്കൂരമിട്ടതായിട്ടാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. മറ്റുള്ളവരെ ശ്രദ്ധ ക്ഷണിക്കാതിരിക്കാൻ യാതൊരുവിധ എസ്കോർട്ടുമില്ലാതെ ഷാങ്ഹായിൽ നിന്ന് പോർട്ട് കോളുകൾ ഓഫാക്കി AIS ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം മാത്രം ഓണാക്കിക്കൊണ്ട് യാത്ര ചെയ്ത MV ജയറാൻ എന്ന ഈ കപ്പലിൽ റോക്കറ്റ് ഇന്ധനത്തിനായി ഉപയോഗിക്കുന്ന സോഡിയം പെർക്ലോറേറ്റ് ആണ് നിറച്ചിട്ടുള്ളത് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ പോർട്ട് കോളുകൾ ഓഫാക്കുന്നത് എവിടെയും നങ്കൂരമിടാതെ നേരിട്ട് പെട്ടെന്നെത്താനുള്ള ഒരു ലക്ഷ്യവുമായാണ്. ഉപരോധത്തിലുള്ള ചില രാജ്യങ്ങളിലേക്ക് കപ്പലുകൾ പോകുമ്പോൾ അതിൻ്റെ രഹസ്യ സ്വഭാവം നിലനിർത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നാൽ AIS എന്ന ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം ഓണാക്കുന്നത് പ്രധാനമായും കപ്പലുകളുടെ സുരക്ഷയും നാവിഗേഷനും ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ്. കപ്പലിലുള്ള സോഡിയം പെർക്ലോറേറ്റ് റെയിൽ മാർഗം ടെഹ്റാനിലേക്ക് എത്തിച്ച് അവിടെ നിന്നും സംസ്കരണശാലയിലേക്ക് മാറ്റി അമോണിയം പെർക്ലോറേറ്റ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുന്ന അമോണിയം പെർക്ലോറേറ്റ് ആണ് ഇറാന്റെ മീഡിയം റേഞ്ച് മിസൈലുകളായ ഖൈബർ ഷിഖാൻ, ഫത്ത 110, അതുപോലെ സോൾഫാൻ തുടങ്ങിയ മിസൈലുകളിലും, അതുകൂടാതെ ഹൂത്തികൾ ഈ തനിയെ ഉണ്ടാക്കുന്ന, അതായത് തദ്ദേശീയമായിട്ട് ഇപ്പോൾ ഒരുപാട് മിസൈലുകൾ വികസിപ്പിക്കുന്നുണ്ട്. ആ മിസൈലുകൾക്കെല്ലാം ഉപയോഗിക്കുന്നത് ഈ ഇറാൻ കൊടുക്കുന്ന ഇന്ധനമാണ്. ഇതിപ്പോൾ വൻ തോതിലാണ് ഇറാൻ ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. മീഡിയം റേഞ്ച് മിസൈലുകൾക്ക് ഇത്രയധികം ഇന്ധനങ്ങൾ ആവശ്യമുണ്ടാകുന്നതിലൂടെ ഇറാന്റെ കയ്യിലുള്ള ഇത്തരം മിസൈലുകളുടെ എണ്ണം വളരെ വലുതാണ് എന്ന സൂചനയാണ് നമുക്ക് നൽകുന്നത്. അതിലൂടെ മിഡിൽ ഈസ്റ്റിലെ ഏതൊരു രാജ്യത്തും നിലയുറപ്പിച്ചുകൊണ്ട് ഇറാനെ ആക്രമിക്കാനാണ് അമേരിക്കൻ പദ്ധതി എങ്കിൽ അവർക്ക് കനത്ത പ്രത്യാഘാതം തിരിച്ചും നൽകാൻ കഴിയും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തന്നെയുമല്ല, കഴിഞ്ഞ ദിവസം അനേകം ആയുധ ശേഖര മിസൈലുകളുടെ നിലവറകളിൽ ഒന്നിൻ്റെ ആയുധ സിറ്റ് തന്നെയാണ് ഇറാൻ പുറത്ത് കാണിച്ചു കൊടുത്തത്. എന്നാൽ ഇതൊന്നും കണക്കിലെടുക്കാതെ എത്രയും വേഗം ഇറാൻ അവരുടെ ആണവ പദ്ധതികൾ നിർത്തിവെച്ച് അമേരിക്കയുമായി ഒരു കരാറിൽ ഏർപ്പെട്ടില്ലെങ്കിൽ ബോംബാക്രമണം ഉണ്ടാകുമെന്ന് കാണാതെ പഠിച്ച് പറയുന്നത് പോലുള്ള ഈ ട്രംപിന്റെ ഭീഷണി വർദ്ധിച്ചു വരുന്ന സമയത്ത് ഇറാന്റെ ഈ നീക്കങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ടെന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. കരാറിൽ ഏർപ്പെടാൻ ട്രംപ് ഇറാന് നൽകിയ 2 മാസത്തെ കാലാവധി അവസാനിക്കാൻ ഈ സമയം അടുത്ത് വരുന്തോറും ഇറാന്റെ ഭാഗത്തു നിന്ന് യാതൊരു നീക്കവും ഇല്ലാത്തത് ട്രംപിനെ വളരെയധികം സമ്മർദ്ദത്തിലാക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണ് അയാൾ നിരന്തരം ഈ ആക്രമണ ഭീഷണി ഉയർത്തുന്നതിന്റെ പിന്നിലുള്ള മനഃശാസ്ത്രം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ മിഡിൽ ഈസ്റ്റിലുടനീളമുള്ള അമേരിക്കയുടെ 60,000-ത്തിലധികം വരുന്ന സൈനികർക്ക് ഇനി ഒരു തിരിച്ചുപോക്കുണ്ടാവില്ല എന്നാണ് ഇറാൻ അമേരിക്കയെ ഭീഷണിപ്പെടുത്തുന്നത്. ഇക്കാര്യം കഴിഞ്ഞ ദിവസം, അതായത് ഈ ഈദുൽ ഫിത്തറിന്റെ ആ ദിവസം രാജ്യത്തോടായി ചെയ്ത പ്രസംഗത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് അയതുല്ല അലി ഖുമൈനി എടുത്തു പറഞ്ഞതിലൂടെ ഇറാൻ ഒരിക്കലും യുദ്ധത്തിൽ നിന്നും പിന്നിലേക്ക് പോവില്ല എന്നൊരു സൂചനയാണ് നൽകുന്നത്. അതുമാത്രമല്ല, വേണ്ടി വന്നാൽ ഒരു യുദ്ധത്തിനായി എല്ലാ ഭൂഗർഭ മിസൈൽ താവളങ്ങളിലെയും ലോഞ്ചറുകളിൽ 100 കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ കയറ്റിയിട്ടുണ്ട്, അത് വിക്ഷേപണത്തിന് തയ്യാറാണെന്ന് ഖൊമേനി പറയുന്നതിലൂടെ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണ് ചെയ്യുന്നത്. കേവലം 4 കൊല്ലം മാത്രമുള്ള ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ട് അമേരിക്കൻ സൈന്യം ഇറാനെതിരെ ഒരു നടപടി സ്വീകരിച്ചാൽ അമേരിക്കയ്ക്ക് പിന്നെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ശക്തമായ ശിക്ഷ ഞങ്ങൾ തന്നിരിക്കുമെന്നാണ് ഈ ആയത്തുള്ള അലി ഖൊമേനി ടെഹ്റാൻ ടൈംസിലൂടെ ലോകത്തെ അറിയിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞയാഴ്ച വാഷിംഗ്ടണുമായി നേരിട്ട് ഒരു ചർച്ചകൾക്കായി ഈ ട്രംപ് ഇറാനെ ക്ഷണിച്ചിരുന്നു. അത് പുച്ഛിച്ച് തള്ളുകയായിരുന്നു ഈ അലി ഖൊമേനി ചെയ്തത്. ഇസ്രായേലിനെ രക്ഷിക്കാൻ ട്രംപ് എത്ര കഷ്ടപ്പെടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ട്രംപ് എന്തൊക്കെ പറഞ്ഞാലും ഇസ്രായേൽ ഒരിക്കലും ഇറാന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല, പിന്നെന്തിന് വെറുതെ സമയം കളയണം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇറാൻ ഒരിക്കലും പിന്നോട്ട് മാറാൻ തയ്യാറാവാത്ത സ്ഥിതിക്ക് ഒന്നുകിൽ യുദ്ധം, അതല്ലെങ്കിൽ പറഞ്ഞതെല്ലാം പിൻവലിച്ചുകൊണ്ട് രക്ഷപ്പെടുക എന്നൊരു മാർഗം മാത്രമേ ഇപ്പോൾ ട്രംപിന്റെ മുന്നിലുള്ളൂ. ട്രംപിന്റെ ഓരോ ഭീഷണികളും ഇസ്രായേൽ അമേരിക്കൻ പക്ഷ തീവ്രവാദികൾക്ക് സന്തോഷം പകരുമെന്നേ ഉള്ളൂ. എന്നാൽ ഒരു യുദ്ധത്തിന് ട്രംപ് എത്രത്തോളം തയ്യാറാവും എന്ന് കണ്ടറിയണം. അത്ര ശക്തമായ നിലപാടുകളാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ഇറാന്റെ ആണവ പദ്ധതികളാണ് അമേരിക്കയുടെ എക്കാലത്തെ ഭയം. മിഡിൽ ഈസ്റ്റിലുള്ള ഇറാന്റെ ആണവ വളർച്ച മേഖലയിലെ രാജ്യങ്ങളെ വരുതിയിലാക്കാൻ ഇറാൻ ഉപയോഗിക്കും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്.
അത് ഇവിടുത്തെ അമേരിക്കൻ താല്പര്യങ്ങളെയാണ് ഇല്ലാതാക്കുന്നത്. ഈ ആണവ യുദ്ധത്തിന്റെ പേരിൽ അമേരിക്കൻ ഭീഷണി നിലനിൽക്കുമ്പോൾ തന്നെ 2024 ഒക്ടോബറിൽ ഇറാനിലെ സെംനാൻ പ്രവിശ്യയിലെ അറദാനിൽ 10 കിലോമീറ്റർ ആഴത്തിൽ 4.6 തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂകമ്പം ഉണ്ടായതായി എല്ലാ മീഡിയകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മനുഷ്യനിർമ്മിതമായ ഒരു ഭൂകമ്പത്തിന്റെ പ്രതീതി ജനിപ്പിച്ച ഈ പ്രദേശം ടെഹ്റാനിൽ നിന്നും ഏകദേശം ഒരു 110 കിലോമീറ്റർ അകലെയാണ് ഉള്ളത്. എന്നിട്ടും ടെഹ്റാൻ ഇതിന്റെ ഒരു പ്രകമ്പനം ഉണ്ടായി എന്നുള്ളതാണ് ഇറാൻ ആണവ സജ്ജമാണ് എന്ന് അമേരിക്ക ഒഴിച്ചുള്ള ലോകത്ത് മിക്ക രാഷ്ട്രങ്ങളും വിശ്വസിക്കുന്നതിന്റെ പിന്നിലുള്ള കാരണം. ഇറാനെ ആണവരാജ്യമാക്കാൻ അനുവദിക്കില്ല എന്ന് അമേരിക്ക വീമ്പടിക്കുമ്പോഴും അവർ ഇതിനകം തന്നെ ഒരു ആണവരാജ്യമായി കഴിഞ്ഞിട്ടുണ്ടെന്നും അതിന്റെ സൂചന പലതവണ നൽകിയിട്ടും അത് മനസ്സിലാക്കാത്ത ട്രംപ് യുദ്ധത്തിനിറങ്ങുന്നത് വിഡ്ഢിത്തരമാണെന്നും പരിഹസിക്കുന്നവരുണ്ട്. ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെഷസ്ക്യാൻ പറയുന്നതനുസരിച്ച് US-ഉമായുള്ള നേരിട്ട ആണവ ചർച്ചകൾക്ക് ഞങ്ങൾ ഒരിക്കലും തയ്യാറല്ല എന്നുള്ളതാണ്. പകരം നിഷ്പക്ഷ നിലപാടുള്ള രാജ്യങ്ങളുമായി ഒരു പൊതു ചർച്ചയ്ക്ക് വേണമെങ്കിൽ തയ്യാറാവാം. അതല്ലാതെ അമേരിക്കയുടെ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ചർച്ച ഞങ്ങൾ ഇഷ്ടപ്പെടില്ല. അതിനുവേണ്ടി ഏതുവരെയും ഞങ്ങളും പോകാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറയുമ്പോൾ ഈ ആയത്തുള്ള ഖൊമൈനിയുടെ വാക്കുകൾക്കും മസൂദിന്റെ വാക്കുകൾക്കും ഒരേ അർത്ഥമാണ് ഉള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ട്രംപ് ഉദ്ദേശിക്കുന്നത് ഈ ഖൊമൈനി എത്താത്തത് കൊണ്ട് ട്രംപ് അതിഭയങ്കരമായ ചൂടിലാണ്. അയാൾ പറയുന്നത് 500 വർഷത്തെ നാഗരികതയും ചരിത്രവുമുള്ള ഇറാനെ ഷിയ പൗരോഹിത്യ ഭരണത്തിന്റെ നീചവും വെറുപ്പുളവാക്കുന്നതുമായ സ്ഥാപനം ഒരു പാഴ്ഭൂമിയാക്കി മാറ്റിയെന്നാണ്. ക്രൂരനായ ആയത്തുള്ള ഖൊമൈനിയുടെ മരണശേഷം 36 കൊല്ലമായി ഇറാനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ശാഠ്യക്കാരനും അഹങ്കാരിയും വഞ്ചകനുമായ അലി ഖൊമൈനി എന്ന മുല്ല 8.5 കോടി ഇറാനികളെ ബന്ദികളാക്കിക്കൊണ്ട് ഇറാന്റെ പുരോഗതിക്കും പരിഷ്കരണത്തിനും പ്രതീക്ഷയ്ക്കും വേണ്ടിയുള്ള എല്ലാ വഴികളും അടച്ചിരിക്കുകയാണ് എന്നാണ്. ഇത് കേട്ടാൽ നമുക്ക് തോന്നുന്നത് ഈ ഇറാന്റെ കാര്യത്തിൽ ഇറാനികൾക്കില്ലാത്ത ദണ്ണം എന്തിനാണ് ട്രംപിനെന്നാണ്. അയാൾ അമേരിക്കയുടെ കാര്യം നോക്കിയാൽ പോരെ, മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യത്തിൽ എന്തിനിടപെടണം? ട്രംപിന്റെ പുതിയ വ്യാപാര നയം ലോകത്തുള്ള സകല രാജ്യങ്ങളെയും വെറുപ്പിച്ചിരിക്കുകയാണ്. ഉക്രൈൻ യുദ്ധത്തോടെ എപ്പോഴും അമേരിക്കയ്ക്കൊപ്പം നിന്നിരുന്ന യൂറോപ്യൻ യൂണിയനെ കൂടി ഈ ട്രംപ് ഇപ്പോൾ വെറുപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ട്രംപാണ് ഈ വാചകം അടിക്കുന്നത്. അലി ഖൊമൈനിയെ വ്യക്തിപരമായി ലക്ഷ്യം വെച്ചുള്ള ട്രംപിന്റെ വാക്കുകൾ ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ്. സ്ഥിരമായി അസംബന്ധങ്ങൾ വിളിച്ചു പറഞ്ഞുകൊള്ളുന്ന ഈ ട്രംപിന്റെ നീക്കം കാണുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് പഴയ ഈ ബുഷിന്റെയും സദ്ദാം ഹുസൈൻ്റെയും കാലമാണ്. അന്ന് 1990 ഇതുപോലെ തന്നെയായിരുന്നു ബുഷും സദ്ദാം ഹുസൈനും തമ്മിലുള്ള വാക്കുതർക്കം. അവസാനം അത് ഗൾഫ് യുദ്ധത്തിലേക്ക് പതിക്കുകയായിരുന്നു സംഭവിച്ചത്. ഈ ഗസയിലെ യുദ്ധം അവസാനിക്കാത്തതും ഈ ഹൂത്തികളെ തളയ്ക്കാൻ കഴിയാത്തതിൻ്റെയും പ്രധാന കാരണം ഇറാൻ എന്നാണ് ട്രംപ് കരുതുന്നത്. അതാണ് ഇറാനോടുള്ള ട്രംപിന്റെ കലിയുടെ പ്രധാന കാരണം. വിജയം ഒരിക്കലും ഏകപക്ഷീയമാവരുതല്ലോ. ഗസയിൽ കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും കണക്ക് നെതന്യാഹുവും ഇസ്രായേലും പറയേണ്ടതുണ്ട് എന്നാണ് ഇറാൻ താക്കീത് ചെയ്യുന്നത്. അതിൻ്റെ ശിക്ഷ എന്നായാലും ഇസ്രായേൽ ഞങ്ങളിൽ നിന്നും അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യവും ഇറാൻ തറപ്പിച്ച് തന്നെ പറയുന്നുണ്ട്. ഈ ഭീഷണിയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ട്രംപിൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. അതിന് എത്രത്തോളം സാധ്യതയുണ്ട് എന്ന് വിലയിരുത്താൻ ട്രംപ് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് സത്യം. ഈ ട്രംപിൻ്റെ കണ്ണിൽ ഇസ്രായേൽ മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി അമേരിക്കയുടെ സമ്പത്തും ആയുധങ്ങളും സൈന്യവും എല്ലാം അയാൾ ചിലവഴിക്കാൻ തയ്യാറുമാണ്. ഇസ്രായേലിനെ രക്ഷിക്കാൻ വേണ്ടി ഇറാനുമായി യുദ്ധത്തിനിറങ്ങി സാമ്പത്തികമായി ഒരുപാട് തകർന്നിരിക്കുന്ന അമേരിക്കയെ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് ആക്കാൻ വേണ്ടിയാണ് ഈ ട്രംപ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം നമ്മൾ കരുതാൻ. ഇറാൻ ഒരിക്കലും യുദ്ധമല്ല ആഗ്രഹിക്കുന്നത്, അവർക്ക് പ്രതിരോധമാണ് ആവശ്യം. അതാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ഇങ്ങോട്ട് ആക്രമിക്കുന്നവരെ വിടില്ല എന്ന നിലപാട് മാത്രമേ ഇക്കാര്യത്തിൽ ഇറാൻ സ്വീകരിക്കുന്നുള്ളൂ. എന്നാൽ ട്രംപ് നേരെ തിരിച്ചാണ്. അയാൾ ആക്രോശിക്കുന്നു, അട്ടഹസിക്കുന്നു. അതുമാത്രമല്ല, രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര കൈമാറ്റങ്ങൾ രഹസ്യമായി സൂക്ഷിക്കേണ്ടതിന് പകരം ട്രംപ് ഇറാനുമായിട്ടുള്ള സകല നയതന്ത്ര ബന്ധങ്ങളും അതല്ലെങ്കിൽ രഹസ്യങ്ങളും ഈ പത്രക്കാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ ആണവ കരാറിൽ എത്താനുള്ള ശ്രമങ്ങളെ ചൊല്ലി ഇറാനും US-ഉം തമ്മിലുള്ള തർക്കം ഈ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ രഹസ്യങ്ങൾ പുറത്തുവിടുന്നതിലൂടെ ഒത്തുതീർപ്പിനുള്ള സാധ്യതയും കൂടി മങ്ങുകയാണ് എന്നുള്ളതാണ് സത്യം. സത്യത്തിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു യുദ്ധം ഒരു അനിവാര്യതയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇവർ കാലങ്ങളായി ഇങ്ങനെ വെല്ലുവിളിയും ഉപരോധങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനൊരു തീരുമാനം ഉണ്ടാവുമല്ലോ. ഒരുപക്ഷെ അങ്ങനെ ഒരു യുദ്ധമുണ്ടായാൽ ഈ ഇസ്രായേൽ മധ്യേഷ്യൻ തർക്കങ്ങൾക്ക്
അതൊരവസാന പരിഹാരവുമായേക്കാം എന്നാണ് ഇതിൽ നമ്മൾ കാണേണ്ട മൂല്യം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാർത്തകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.